കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് അമേരിക്കയിലെ മെഡിക്കൽ ജേർണലിൽ ന്യൂറോ സയൻസ് നടത്തിയ റിസർച്ചിൽ പറയുന്നത്, മനുഷ്യൻ മരിക്കാൻ നേരത്തും ജനിക്കാൻ നേരത്തും ജീവിതത്തിൽ സംഭവിച്ച പല സംഭവങ്ങളെയും ഓർക്കും എന്നാണ് പറയുന്നത്. മനുഷ്യൻ ജനിക്കാൻ നേരത്തും മരിക്കാൻ നേരത്തും അവൻ്റെ ന്യൂറോ പ്രവർത്തനങ്ങൾ കുറേ കാലത്തെ പഠനം നടത്തിയിട്ട് അവർ പറയുന്നു, ജീവിതത്തിൽ നടന്ന പ്രധാന സംഭവങ്ങളെ മനുഷ്യൻ ഓർക്കുന്നതാണ്. അപ്പം ആ ഒരു ചിന്ത ഏത് ഓർക്കണം, ആ ഓർമ്മയിലാണ് പലപ്പോഴും പലരും നിങ്ങളെ സ്വാധീനിച്ച ചിന്തകൾ, ആ സ്വാധീനിച്ച ചിന്തയെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ശരീരം വിടുന്നത്. ഇത് 5000 വർഷം മുമ്പ് കപിലൻ എഴുതി വച്ചിരിക്കുകയാണ്. ഇന്നിത് റിസർച്ച് വർക്കാണ്, അന്നത് ധ്യാനത്തിലൂടെ കണ്ടെത്തിയാണ്. നോക്കാം, നമുക്ക് ഈ 31-ാം അധ്യായം ജസ്റ്റ് ഒന്ന് നമുക്ക് അതിലൂടെ ഒന്ന് വായിച്ചു നോക്കാം. സമയത്തിൻ്റെ ഒരു കുറവുണ്ട്, അതുകൊണ്ട് ഫാസ്റ്റായിട്ട് നമുക്ക് കടന്നു പോകാം. അവിടെ കലലം തു ഏകരാത്രേണ പഞ്ചരാത്രേണ ബുധം, ഇതൊക്കെ വായിക്കുമ്പോണ്ടല്ലോ നമ്മളെ പെൺകുട്ടികളെ കുറേ കൂടി ഒരു അവയർനെസ്സിലേക്ക് വരുത്താൻ നമുക്ക് ഭാഗവത സപ്താഹങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തണം. കാരണം ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ പ്രസവിക്കുന്നതിൻ്റെ തോത് വളരെ കുറഞ്ഞു വരികയാണ്. എന്ന് മാത്രമല്ല, പ്രസവിക്കാൻ ഇന്ന് ഹോർമോൺ ചികിത്സ വേണ്ടി വരികയാണ്. ഈ ഹോർമോൺ ചികിത്സയാണ് പിന്നീട് യൂട്രസിനകത്ത് പലതരത്തിലുള്ള ഫൈബ്രോയിഡുകളും സിസ്റ്റുകളും വളർത്തി, അതുകൊണ്ട് അവർക്ക് കുറേ കഴിഞ്ഞാൽ ചിലപ്പം ബ്രസ്റ്റിൽ ക്യാൻസർ ആയിരിക്കും, ചിലപ്പം സിസ്റ്റ് ഗ്രോത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ യൂട്രസിൽ തന്നെ അപകടങ്ങൾ ഉണ്ടാക്കി അവസാനം അത് തന്നെ എടുത്ത് കളയേണ്ട, ഓവറി എടുത്ത് കളയേണ്ട കേസുകളാണെന്ന് കൂടി വരുന്നത്. ആണോ അല്ലയോ? പണ്ട് നമ്മൾ കേൾക്കാത്ത ക്യാൻസറൊക്കെ ഇന്ന് സ്ത്രീകളിൽ കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്ന മുഹമ്മദ് ഷെരീഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകള് RCCയിലാണ്. അവളുടെ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് എന്ന് പറയുന്നത് ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള കുട്ടികളാണ്. ഒക്കെ 30-40 വയസ്സിനിടയ്ക്കുള്ള പെൺകുട്ടികളാണ്. അപ്പോൾ എത്രയോ RCCയിലെ കേസുകൾ അങ്ങനെ ഡെയിലി കൂടി വരികയാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആഹാരമാണ്. ഇത് പലപ്പോഴും രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നേയില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ആഹാരശുദ്ധോ സത്വശുദ്ധി എന്ന കാര്യം നമ്മൾ മറന്നുപോയി. ഇന്ന് കൂടുതലും ഈ നോൺ വെജ് കൾച്ചർ കൊണ്ടു നടക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ചിക്കൻ ഇത്യാദി സാധനങ്ങളൊക്കെ ഹോർമോൺ കണ്ടൻറ്റ് ഫുഡുകളാണെന്ന് അറിയുന്നില്ല. കോഴികൾക്ക് ഹോർമോൺ ടാബ്ലറ്റ് കൊടുത്തുകൊണ്ടാണ് അവർ കോഴിയെ അപ്പോൾ ആ കോഴിയിലുള്ള ഹോർമോൺ വ്യവസ്ഥകൾ അതിലുള്ളതൊക്കെ മനുഷ്യ ശരീരത്തിലേക്കും അബ്സോർബ് ചെയ്യപ്പെടുമ്പോൾ ഫെലോപ്പിൻ ട്യൂബിലാണ് ബീജം വന്ന് വീഴുക. ഈ വീഴുന്ന ബീജത്തെയാണ് ഗർഭാശയത്തിൽ കൊണ്ടെത്തിക്കുന്നത്. പക്ഷേ ട്യൂബ് കുറേ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഹോർമോണിൻ്റെ അതിപ്രവർത്തനം കൊണ്ട് അതിൻ്റെ ആ ലൂബ്രിക്കേഷൻ നഷ്ടപ്പെട്ട് അത് പിന്നെ ഒരിക്കലും ഗർഭാശയത്തിലേക്ക് ഈ ബീജത്തെ എത്തിക്കില്ല. അതുകൊണ്ടാണ് പല പെൺകുട്ടികളും കൺസീവ് ചെയ്യാതെ പോകുന്നത്. മനസ്സിലാവുണ്ടല്ലോ? ഇതൊക്കെ ആ ഹോർമോണിൻ്റെ സ്വാധീനം കൊണ്ടാണ്. അപ്പോൾ ഒരു അച്ഛനും അമ്മയും അറിയുന്നില്ല ഈ കുട്ടി നാളെ അമ്മയാവേണ്ടവളാണ്, ഈ പ്രവർത്തനം ഇതാണ് ശരീരത്തിൽ, അത് മാറ്റാൻ ആർക്കും പറ്റില്ല, കാരണം അത് സയൻസാണ്. അപ്പം അതിന് ഹോർമോൺ അധികരിച്ച ഫുഡുകളൊന്നും പെൺകുട്ടികളിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഈ ഹോർമോൺ പ്രവർത്തനം എങ്ങനെ നടക്കണം, 5-ാം വയസ്സിൽ പീരീഡ് ആവുന്ന, 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 5-ാം വയസ്സല്ല 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പീരീഡ് ആവുന്ന കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പെൺകുട്ടികൾക്ക് ആണിനെ പോലെ എന്ത് വരുന്നു, താടിയും മീശയൊക്കെ വരുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ധാരാളം രോമങ്ങളൊക്കെ ശരീരത്തിൽ വരുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ഈ രോമങ്ങൾ വരാൻ കാരണം ശരീരത്തിൽ സ്ത്രീകളുടെ ശരീരത്തിലുള്ള ഹോർമോണിൽ നിന്നും പുരുഷ ശരീരത്തിൻ്റെ ഹോർമോൺ പ്രവർത്തനം ആ ശരീരത്തിൽ കൂടി. ഇതൊക്കെ വരുന്നത് ഏതിലൂടെയാണ് കണ്ടിട്ടെങ്കിലും തിരിച്ചറിവ് അച്ഛനമ്മമാർക്കില്ല എന്നുള്ളതാണ് സങ്കടം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വെറുതെ ആശുപത്രികളിൽ പോയിട്ട് മരുന്ന് കഴിച്ചിട്ട് ഗർഭം ധരിക്കേണ്ട ഒരു ഗതികേട് നമ്മുടെ കുട്ടികൾക്കായിത്തീർന്നത് കുറേയൊക്കെ രക്ഷിതാക്കളുടെ ശ്രദ്ധയില്ലായ്മയല്ലേ?
ഇതിനെക്കുറിച്ചൊക്കെ ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടികൾക്ക് വേണോ? വേണോ വേണ്ടയോ? വേണോ? ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ? നമ്മൾ അതിനു വേണ്ടി ഒന്ന് പ്രവർത്തിക്കണം. കാരണം പല രക്ഷിതാക്കൾക്കും കുട്ടികളെ വളർത്താൻ അറിയില്ല. നാക്കിൻ്റെ രുചിക്ക് വേണ്ടി ജീവിതത്തെ തന്നെ കൈവിടുന്ന ഒരു രീതിയായിപ്പോയി നമ്മൾ. ആണോ അല്ലയോ? അതുകൊണ്ട് കൃഷ്ണൻ പറയും 3 തരം ആഹാരത്തെക്കുറിച്ച്. സാത്വികാഹാരം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഗീതയിലെ 17-ാം അധ്യായം എടുത്ത് നോക്കൂ നിങ്ങൾ. അവിടെ സാത്വികാഹാരം ഇത് നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചെടുത്താൽ നല്ലതാണ്. അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ഒരു ബോധം അവരുടെ ഉള്ളിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ നല്ലതാണ്. സാത്വികാഹാരം, രാജസികാഹാരം, താമസികാഹാരം. നിങ്ങൾ നോക്കൂ, ഈ സാത്വികാഹാരം ഒക്കെ ഏതാണെന്ന് നോക്കൂ നിങ്ങൾ. അവിടെ പറയുന്നു ആയുസ്സത്വബലാരോഗ്യം. എനിക്ക് തോന്നുന്നു 9, 10, 11 അങ്ങനെയുള്ള ശ്ലോകങ്ങളായിരിക്കാം ഗീതയിൽ. ആണോ? എത്രാമത്തെ ശ്ലോകമാണ്? 8. ആയുസ്സത്വബലാരോഗ്യ സുഖപ്രീതി വിവർധന. കാണുന്നുണ്ടോ? ആയുസ്സത്വബലാരോഗ്യ, ആയുസ്സുണ്ടാകുന്ന, ബലമുണ്ടാകുന്ന, പ്രതിരോധമുണ്ടാകുന്ന ഇങ്ങനെയൊക്കെയുള്ള ആഹാരം. അതേതാണത്? രസ്യ സ്നിഗ്ധ കൃദ്യ. രസമുള്ളത്, അതുപോലെ എണ്ണമയമുള്ളത്, നല്ല ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കഴിക്കുമ്പോൾ ആഹാര സാത്വിക. ഏതായിരിക്കും? സാത്വികം. എന്നാൽ കട്വാമ്ല ലവണ ഉഷ്ണ രൂക്ഷഗന്ധ ഉൽഭിണ അല്ലേ? രൂക്ഷഗന്ധം, അതായത് ഭയങ്കരമായിട്ടുള്ള മസാലകളൊക്കെ ചേർത്ത് എരിവും അമിതമായ എരിവും ഉപ്പും അതൊക്കെ ചേർത്ത് കൊണ്ടുണ്ടാക്കുന്ന ആഹാരം കഴിക്കുമ്പോൾ ഭോഗമയപ്രധാനാണ്. ജീവിതത്തിൽ എന്നും എങ്ങോട്ടാണ് പോകുന്നത്? ദുഃഖം. എന്തുകൊണ്ടാണ് ദുഃഖം വരുന്നത്? ഇത് ക്രമേണ ജീവിതത്തിൻ്റെ തന്നെ ഹോർമോൺ വ്യവസ്ഥയെയും പ്രതിരോധ ശേഷിയെയും അവർക്ക് പറയൂ ഇല്ലാതാക്കും. നമ്മുടെ ക്യാൻസറിൻ്റെ ഏറ്റവും വലിയൊരു ശബ്ദം എന്ന് പറയുന്നത് ഡോക്ടർ ഗംഗാധർജിയാണ്. പറ്റുകയാണെങ്കിൽ ഇവിടെ വരാമെന്ന് പറയുന്നുണ്ട്, മേ ബി സമയം കിട്ടുകയാണെങ്കിൽ. അപ്പം അദ്ദേഹം പറയും ആഹാരം മാറിയാൽ മാത്രമേ ക്യാൻസറിനൊരു ശാശ്വതമായ പരിഹാരമുള്ളൂ. ആഹാരം മാറാത്തിടത്തോളം കാലം ജന്മം ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. ഇത്രയും ക്യാൻസർ അവയർനെസ്സും ഇത്രയും ആശുപത്രികളും എല്ലാം ഉണ്ടായിട്ടും ക്യാൻസർ ബാധിക്കുന്നവരുടെ എണ്ണം പറയൂ കൂടി വരികയാണ്. എന്തുകൊണ്ട്? കണ്ട കുഴിമാന്തിയും കഴിച്ച്, ഷവർമയും കഴിച്ച്, ബർഗറും കഴിച്ച് ഉള്ള ദേശീയ ഭക്ഷണമാണ് ഇത്ര പൊറോട്ട. കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണമാണ്. എന്ന് മുതലായത് എനിക്കറിയില്ല. എന്നിട്ട് ഇതൊക്കെ കഴിച്ച് കടകളിലാണെങ്കിലോ കൊല്ലം കുറുകുറു ഇത് പറഞ്ഞ് ഈ സാധനങ്ങളാണ് വാങ്ങിച്ച് കഴിക്കുന്നത്, കുങ്കുറു എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ ഇതിങ്ങനെ കിടക്കാൻ നേരത്ത് കുറു പറയാതിരിക്കുമോ? കഴിഞ്ഞ അടുത്ത ജന്മം പ്രാവിൻ്റെ ജന്മം കിട്ടും. അതാണിങ്ങനെ കുറു പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? ശരിയല്ലത്? അങ്ങനെ ആഹാരം നാക്കിൻ്റെ രുചിക്ക് വേണ്ടി അല്പനേരത്തെ രുചിക്ക്. ഞാൻ തമാശയില്ല, ഒരുവിധം വീടുകളിലൊക്കെ മക്കൾ വീട്ടിലെത്തിക്കഴിഞ്ഞാലല്ലോ, അമ്മയും അച്ഛനൊക്കെ ജോലിക്കാരാകുമ്പം എല്ലാം മാഗി നൂഡിൽസാണ്. മനസ്സിലായില്ലേ? അടുത്ത ജന്മം കൃമിയാവാൻ പോകുന്ന പോലെ ഒരു ജന്മം. മനസ്സിലായില്ലേ? ഇത് കഴിച്ച് ഇത് തന്നെ പിന്നെ ആവാൻ പറ്റുള്ളൂ. അതിലാണെങ്കിൽ ലെഡിൻ്റെ അംശമുണ്ട്, അതിലാണെങ്കിൽ അജിനാമോട്ടോ ഉണ്ട്. ഇതൊക്കെ ആർക്കും ഒരു പ്രശ്നമില്ല ആർക്കും. പിന്നീട് കൊണ്ടുപോവുകയാണ് ആശുപത്രികളിൽ നിന്നും ആശുപത്രികളിലേക്ക്. അപ്പോൾ ഇതൊക്കെ കുറേ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? വേണോ വേണ്ടയോ? ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് നിങ്ങളൊക്കെ എഴുതണം. വെറുതെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഒരു ബോധവൽക്കരണം സമൂഹത്തിൽ ഉണ്ടാവണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ മാത്രം പറഞ്ഞാൽ പോരാ. നിങ്ങളുടെയൊക്കെ ചുറ്റുപാടുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ആര് കൊടുക്കണം? കൂട്ടായ പ്രവർത്തനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാവണം. മനസ്സിലായില്ലേ? നമുക്ക് ധാരാളം ഉത്സവങ്ങളും ആഘോഷങ്ങളുണ്ട്, പക്ഷെ ബോധവൽക്കരണം ഹിന്ദുക്കളിൽ വളരെ കുറവാണ്. ആനയെ എഴുന്നള്ളിച്ചാലും വലിയ പടക്കം പൊട്ടിച്ചാലും ബോധം ഉണ്ടാവരുത്. അതുകൊണ്ട് ഇപ്പം ആനയ്ക്കും ബോധമില്ലാതെ. മനസ്സിലായില്ലേ? ഇപ്പം നോക്കൂ നിങ്ങൾ, ഗുരുവായൂർ ദേവസ്വം പാവം
സ്റ്റാഫുകളൊക്കെ ഇപ്പം ദേവസ്വം ചെയർമാനൊക്കെ ഇപ്പം ഓടുകയാണ് ആനയുടെ പിന്നാലെ. ഹൈക്കോടതി വളരെയധികം രൂക്ഷമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആനയെ വിട്ടുകൊടുത്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ഹൈക്കോടതി ഇപ്പോൾ അവരെ പിന്നാലെ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഇതാണ്, ആഹാരം നന്നാവാത്തോടത്തോളം കാലം ജീവിതത്തെ മാറ്റം വരുത്താൻ അവർക്ക് പറയൂ സാധ്യമല്ല. നിൽക്കട്ടെ, ഇവിടെ ഒരു എന്താ പറയുക, ജീവന് നല്ല ജന്മം കിട്ടുന്നു, അമ്മയുടെ ഗർഭപാത്രത്തിലെത്തി. അങ്ങനെ വളർച്ച വരുമ്പോൾ മാസേന ശിരോ എന്നാണ്. ആദ്യമായിട്ട് ഒരു കുഞ്ഞിൽ വളരുന്നത് തലയാണ്. നോക്കണം, ഒരു മാസം ആവുന്നത് ഗർഭിണിയായ അമ്മ പോലും അറിയില്ല. അമ്മയ്ക്ക് പോലും പിരീഡ് നിൽക്കുമ്പോഴാണ് താൻ ഗർഭിണിയാണെന്ന് അറിയുന്നത്. അമ്മയ്ക്ക് പോലും അറിയുന്നില്ല ഗർഭിണിയാണോ എന്നുള്ളത്. എന്നാൽ കപിലൻ കൃത്യമായി പറയുന്നു, ഇവിടെ ആദ്യം രൂപപ്പെടുന്നത് ഏതാണ്? തലയാണ്. എന്താണ് തലയിൽ നിന്ന് ഈ ജീവൻ്റെ വികാസം വരുന്നത്? എന്താണ് തലയുടെ മുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്? എന്താണതിന് കാരണം? കാരണം തലയോട് രൂപപ്പെട്ട് കഴിഞ്ഞാൽ, തലയോടെന്ന് പറഞ്ഞാൽ അത്ര വലിയ തലയോടൊന്നും ആയിട്ടില്ല, അത് പിന്നീടാണ് മൂത്ത് പാകാവുന്നത്. അതിൻ്റെ ഒരു മൂർധാവ് ഭാഗത്ത് ഒരു സുഷിരമുണ്ട്. ഇതിനെ ബ്രഹ്മരന്ധ്രം എന്ന് പറയും. ഈ ബ്രഹ്മരന്ധ്രത്തിലൂടെയാണ് ശരീരം ഉപേക്ഷിച്ച് അമ്മയുടെ വയറ്റിലെത്തിയ ജീവൻ പുതിയ ശരീരത്തിലേക്ക് എൻട്രി ചെയ്യുന്നത്. കാരണം പ്രാണൻ്റെ സ്ഥാനം മൂർധാവിലാണ്. പിന്നീടാണ് അവിടുന്ന് ഫർദർ ഗ്രോത്തുകളൊക്കെ ഉണ്ടാകുന്നത്. മൂർധാവിലൂടെ കയറി തീർച്ചയായിട്ടും അപ്പോൾ പിന്നെ പോകേണ്ടതും മൂർധാവിലൂടെ കയറി തിരിച്ചു പോകേണ്ടതും ഏതിലൂടെ? മൂർധാവിലൂടെ തിരിച്ചു പോകുന്ന, മനസ്സിലാവുണ്ടല്ലോ, ഇപ്രകാരം മൂർധാവിലൂടെ തിരിച്ചു പോകുന്ന ജീവൻ്റെ ഗതി. അത് കഴിഞ്ഞ് 2ാമത്തെ മാസാകുമ്പോഴേക്കും കൈകാലുകളായി, 3ാമത്തെ മാസാകുമ്പോഴേക്കും ലിംഗഛിദ്രോദ്ഭവ ത്രിപി എന്ന് പറയുന്നു. അതായത് ആണെന്നോ പെണ്ണെന്നോ എന്ന ലിംഗ അത് വരും. അത് കഴിഞ്ഞ് 4ാമത്തെ മാസാകുമ്പോഴേക്കും അമ്മയുടെ ശരീരവുമായി കുഞ്ഞ് ആംബലിക്കൽ കോഡ് വഴി കണക്ട് ചെയ്യും, സപ്തധാതുക്കൾ നിറയും. 5ാമത്തെ ഒരു മാസമാകുമ്പോഴേക്കും കുട്ടിക്ക് വിശപ്പും ദാഹവും, അമ്മയുടെ ശരീരത്തിൽ നിന്നും കുട്ടി ആഹാര സാധനങ്ങളൊക്കെ വലിച്ചെടുക്കാൻ തുടങ്ങും. കുട്ടിയല്ല വലിക്കുന്ന, കുട്ടിയുടെ സിസ്റ്റം ആ കുട്ടിയെ അങ്ങനെ വലിച്ചെടുക്കാൻ പ്രേരിപ്പിക്കും. വിശപ്പ് വരുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പമ്പിങ് തുടങ്ങും. എത്ര കൃത്യമായിട്ടാണ് പമ്പിങ് നടക്കുന്നത്, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് 6ാമത്തെ മാസമാകുമ്പോഴേക്കും കുട്ടി ക്രമേണ കുക്ഷോ ബ്രാഹ്മ്യതി ദക്ഷിണേ. പിന്നീട് ഗർഭിണികൾ കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ചും ഭാഗവതത്തിൽ പറയുകയാണ്. ആ ആഹാരം കുട്ടികൾക്ക് കൃമികൾ ഉണ്ടാക്കുന്ന ആഹാരമായി മാറിയാൽ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് പോകുന്ന ഇത്തിരിയൊക്കെ എക്സ്ക്രീറ്റകളുണ്ട്. ഉള്ളിൽ നിന്ന് കുറച്ച് കുട്ടിയുടെ ഉള്ളിൽ നിന്നും യൂറിനും സ്റ്റൂളൊക്കെ പോവും. ഇതിലൊക്കെ ചില ചെറിയ 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 ബാക്ടീരിയകളുണ്ടാവും. ഇത് കുട്ടികളെ ഭയങ്കരമായിട്ട് ഇച്ചിങ്, ചൊറിച്ചിലുണ്ടാക്കും. ഇത് അങ്ങനെ വരാതിരിക്കാനാണ് ഗർഭിണികൾക്ക് ചില പ്രത്യേക ആഹാര രീതികളൊക്കെ പറയണ. കൃമിഭിക്ഷത, നിങ്ങൾ ശ്ലോകങ്ങൾ നോക്കൂ. കൃമിഭിക്ഷത സർവാംഗേ, കുട്ടിക്ക് മൂർച്ഛാമാപ്നോതി എന്നാണ്. ഈ ചൊറിച്ചിൽ കണ്ടിന്യൂസ്ലി ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടി ചൊറിയാൻ പറ്റുമോ? അവിടെ ഇരുന്നിട്ട് നമുക്കാണെങ്കിൽ ചൊറിയാം, കുട്ടിക്ക് എന്ത് ചൊറിയാൻ പറ്റുന്നു? അപ്പോൾ കുട്ടിക്ക് ഭയങ്കര ആ ഇച്ചിങ് അതിൻ്റെ പീക്കിലേക്ക് എത്തുമ്പോൾ കുട്ടി അബോധാവസ്ഥയിലേക്ക് പറയൂ പോകുന്നു. അപ്പോൾ ആ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, ആഹാരത്തിൽ വളരെ നിഷ്കർഷ വെച്ചിട്ടില്ലെങ്കിൽ അത് കുട്ടികളിൽ വളരെയധികം സ്വഭാവത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ അമ്മ കഴിക്കുന്ന പറയൂ ഇന്നിപ്പോൾ ആ ശ്രദ്ധയൊക്കെ നമ്മുടെ കുട്ടികൾക്കുണ്ടോ? ഉണ്ടോ? അതുകൊണ്ടാണ് കുത്താനും കൊല്ലാനും ഒരു മടിയുമില്ലാത്ത കുറേ കുട്ടികളായി പറയൂ മാറിക്കൊണ്ടിരിക്കുന്നത്. ആഹാര ശുദ്ധോ സത്വശുദ്ധി എന്നാണ്. ആഹാരം ശുദ്ധമാകും തോറും സ്വഭാവത്തിലും പറയൂ മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. അതാണ് സത്യത്തിൽ വേണ്ടതും.
ഞാൻ പറയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഉണ്ടല്ലോ, ഈ ജയിലുകളിലൊക്കെ കിടക്കുന്നവർക്ക് ഇന്നാണെങ്കിൽ ജയിലിൽ പോകാൻ താല്പര്യം കാണിക്കുക ആൾക്കാർ. പണ്ടൊക്കെ ജയിലിൽ ഉണ്ട കിട്ടുന്നായിരുന്നു, ഇപ്പം നമ്മളാണ് ഉണ്ട കഴിക്കുന്നത്. ജയിലിൽ ബിരിയാണിയൊക്കെയാണെന്നാണ് പറയുന്നത്. ഇനി ആരും ആവേശത്തിൽ പോകണ്ടട്ടോ അവിടെ. ഞാൻ കേട്ടിട്ടുള്ള, എനിക്കറിയാത്തൊരു കാര്യമാണ് പറയുന്നത്. ജയിലിൽ ബിരിയാണി 2 ദിവസം കിട്ടും, പിന്നെ അവിടെ ചപ്പാത്തി, കുറുമ, കറിയൊക്കെ കിട്ടും. ഭക്ഷണത്തിൻ്റെ മെനു കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തോന്നും എന്നാൽ പിന്നെ അല്ലേ, അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ജയിലിൽ നടക്കുന്ന കാര്യം. എന്നാൽ വാസ്തവത്തിൽ ഇവർക്ക് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്നും ഉപ്പുമാവ്, അതിൽ മുളകും ഉണ്ടാവരുത്, ഉപ്പും ഉണ്ടാവരുത്, ഒരു എരിവുമില്ലാത്ത കറിയും. അവൻ സത്യപ്രതിജ്ഞ ചെയ്യണം, ജീവിതത്തിൽ ഇനി ഒരിക്കലും ഈ വഴിക്ക് ഞാൻ വരില്ല എന്ന്. അങ്ങനെ അവനെ കൊണ്ട് തീറ്റിക്കണം. കാരണം നാട്ടുകാരെ മുഴുവൻ ദുഃഖം തീറ്റിച്ചിട്ട് അവന് ബിരിയാണി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യത്വമല്ല, അത് തോന്നിവാസം എന്നാണ് പറയേണ്ടതിന്, അല്ലേ? ആണോ അല്ലയോ? ക്രൂരത ചെയ്തവന് ബിരിയാണി കൊടുക്കുന്നതാണ് മനുഷ്യത്വം എന്ന് പറയുന്ന യൂസ്ലെസ്സുകളായിട്ടുള്ള കുറേ ഉദ്യോഗസ്ഥന്മാർ നമുക്കുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഒരു ദൈവബോധം വേണ്ട അവർക്ക്, ദൈവീകത വേണ്ടേ, അല്ലേ? ശരിയല്ലത്. അവർക്ക് വേണ്ടത് നല്ല ഉപ്പുമാവ്. പിന്നെ അവൻ ആ ഉപ്പുമാവ് കാണുമ്പോൾ ജയിൽ ഓർമ്മ വരും അവന്. ദൈവമേ, ഈ സാധനം ഇനി ഞാൻ ജീവിതത്തിൽ, കാലത്ത് രാവിലെ ഉപ്പുമാവ്, ഉച്ചയ്ക്ക് ഉപ്പുമാവ്, രാത്രി, പിന്നെ അവന് മടുക്കും, ഒയ്യോ കഴിക്കില്ല, പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ അവന് മനസ്സിലാവും ഇതല്ലാത്ത വേറൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല എന്നുള്ളത്. അപ്പം അവൻ്റെ കുറ്റകൃത്യങ്ങളിലും എന്തുണ്ടാവും? മാറ്റങ്ങളുണ്ടാവും. കുറ്റം ചെയ്യാൻ പോലും, കാരണം കുറ്റം ചെയ്യുമ്പോൾ അപ്പോൾ ഓർമ്മ വരും ഉപ്പുമാവാണ് കേട്ടോ എന്ന്. അവൻ്റെ ഉള്ളിൽ നിന്നൊരു വാണിംഗ് കൊടുക്കും. ഇതല്ലപ്പോൾ അവന് കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഉള്ളെന്ന് പറയുന്നത് ബിരിയാണിയാണ് കിട്ടുന്നത് എന്ന്, ഇല്ലേ? ചപ്പാത്തിയും കുറുമിയും മിസ്സാക്കണ്ടെന്ന്. എന്തൊരു കഷ്ടം നോക്കും നിങ്ങൾ. സർക്കാർ തന്നെ ജയിലിൽ പോകാൻ വേണ്ടി ഇവർക്കൊരു പ്രേരണയും പ്രചോദനം കൊടുക്കുകയാണ്. എവിടെ നന്നാവുന്നത്? വെറുതെയാണ് ഇവറ്റുകൾ പോയവരൊന്നും ഇങ്ങോട്ട് ഇറങ്ങി വരാത്തത്. നിങ്ങൾ നോക്കുക, ഓരോന്ന് പോയവരുടെയൊക്കെ അവസ്ഥ നോക്കും നിങ്ങൾ. എല്ലിച്ച് പോയവനുണ്ട് ഇപ്പം 80 കിലോ ഒക്കെ ആയിട്ട് വരുന്നു, 75-80. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഓരോ ക്രിമിനലുകളെയൊക്കെ പിന്നീടൊക്കെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എന്ത് വണ്ണമൊക്കെ വെച്ചിട്ടാണ് ഇവന് വരുന്നത്. ഈ തരത്തിൽ ഇവരെ തീറ്റി നിങ്ങളുടെ ചിലവിലാണ് പോകും, നമ്മുടെയൊക്കെ ചിലവിലാണ് തീറ്റുന്നത്, ആണോ? സർക്കാർ ഗവൺമെൻറ് എന്ത് പഠിച്ചു? ഇവരെ വീട്ടിൽ നിന്ന് വല്ലതും കൊണ്ടുപോകണ്ടോ? കുറച്ച് അവരും കൂടി എടുക്കാൻ പറ്റുമോ നോക്കും. അതല്ലേ നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, മാറ്റങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ഇനി പറയുന്ന ഭാഗം അതാണ് ഗംഭീരം. ഈ കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ 8-9 മാസമാകുമ്പം പറയാണ്, ചെയ്ത കാര്യങ്ങളൊക്കെ ഓർക്കും എന്നാണ് പറയുന്നത് കപിലൻ. അതാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ ന്യൂറോ സയൻറ്റിസ്റ്റുകൾ ഈ കാര്യം കൃത്യമായി ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുകയാണ്. മരണസമയത്ത് ജീവിതത്തിൽ നടന്ന പ്രധാന കാര്യങ്ങളെ ഓർത്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുക. മനസ്സിലാവുണ്ടല്ലോ? ശരീരം അവശ്യമായാലും മനസ്സ് അവശ്യമാവണം എന്നില്ല. ഇപ്പോൾ ഈ ഡോക്ടർമാരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് മരണം എന്താണെന്ന് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് കണ്ണൂരിൽ ഒരുത്തൻ മരിച്ചു എന്നും പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് അവനെ മോർച്ചറി കൊണ്ട് ഇട്ടതാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ വർത്തമാനം പറയാൻ തുടങ്ങിയത്. ഒരു നിമിഷം കൊണ്ട് അവൻ തിരിച്ചു ബോധത്തിലേക്ക് വരിക. അപ്പം തലയ്ക്കകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പലർക്കും അറിയില്ല. മനസ്സിലായില്ലേ? ഈ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പണ്ട് ഒരു സംഭവം നടന്നത്, ഒരു പയ്യൻ സൂയിസൈഡ് ചെയ്തു. അത് സൂയിസൈഡ് ചെയ്ത് വൈകുന്നേരത്തെയാണ് അവൻ്റെ ബോഡി അവർ കൊണ്ടുവന്ന് രാത്രി ഇപ്പോഴും പോസ്റ്റ്മോർട്ടം ഡിപ്പാർട്ട്മെൻറ്റ് അടച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവനെ മോർച്ചറി കൊണ്ട് കടത്തി. ആ മോർച്ചറിയിലാണെങ്കിലോ ബർത്തൊക്കെ ഫുള്ളായിരുന്നു, ഭയങ്കര റിസർവേഷനായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും തേർഡ് ക്ലാസ്സും എല്ലാ റോയിലും ഫുള്ളായിരുന്നു ആൾക്കാർ. അപ്പോൾ ഇവനെ താഴെയാണ് അവർ കടത്തിയത്, അവിടെ സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അന്ന് പോയി പിറ്റേ ദിവസം കാലത്ത് വാച്ച്മാൻ വന്ന് തുറക്കുമുണ്ട്, ഇവൻ അയ്യപ്പസ്വാമിയെ പോലെ ഇരിക്കുന്നു. ചിന്മുദ്രയൊക്കെ ആയിട്ടവൻ കുനിഞ്ഞിരിക്കുകയാണ്. മൂക്കിൽ മാത്രം പഞ്ഞിയില്ല എന്ന് മാത്രം. കാരണം അവിടെ ഇവിടെയൊക്കെ കെട്ടും പൂട്ടിയിട്ടില്ല ഇരിക്കുന്നത്. അയ്യപ്പസ്വാമിക്കുണ്ടല്ലോ ഒരു യോഗ ബെൽറ്റൊക്കെ, ഇതുപോലെ ഇവനൊക്കെ കെട്ടിട്ടിട്ടാണ് ഇരിക്കുന്നത്. ഈ വാച്ച്മാൻ പേടിച്ചു പോയി, അയാൾ ജീവനും കൊണ്ട് ഓടി അവിടെ നിന്ന്. ഇതിങ്ങനെ ഒരു പ്രേതത്തെ ആദ്യമായിട്ടാണ് കണ്ടത്.
പിന്നെ നോക്കുമ്പോഴാണ് മനസ്സിലായി ഇവൻ്റെ ഒരു നെർവ് സ്റ്റക്കായി പോയത്, അവൻ മരിച്ചു എന്ന് വിചാരിച്ചതാണ്. അതേ മോർച്ചറി കൊണ്ടുപോയിട്ട് അവൻ്റെ തലയിലെടുത്ത് നോക്കൂ. എങ്ങാനും പോസ്റ്റ്മോർട്ടം ഡിപ്പാർട്ട്മെൻറ്റ് അടച്ചില്ലായിരുന്നെങ്കിൽ ഇവനെ ജീവനോടെ വെട്ടിപ്പൊളിച്ചിട്ടുണ്ടാവും. കാരണം ചില നെർവുകൾ സ്റ്റക്കായാൽ ഹൃദയം നിന്നു, ബ്രെയിൻ പ്രവർത്തനം ഇല്ല തോന്നും, ലങ്സ് പ്രവർത്തിക്കില്ല. അപ്പോൾ ഇവരൊരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. ആള് ഇവനാണെങ്കിൽ തണുത്ത്, മോർച്ചറി ഭയങ്കര എക്സ്ട്രാ കൂളല്ലേ, തണുത്ത് വിറച്ചിട്ട് ഇവൻ എണീറ്റ് നിന്ന് പോയതാണ്. രാവിലെ പിന്നെ നോക്കുമ്പോൾ ഇവർ കണ്ടുപിടിച്ച് ഇവൻ മരിച്ചിട്ടില്ല. ഇങ്ങനെ എത്ര കേസുകൾ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ കപിലൻ പറയണു ജനിക്കുന്നതിന് മുമ്പും ചില കാര്യങ്ങൾ കൃത്യമായി മനുഷ്യൻ ഓർക്കുന്നതാണ്. ഇവിടെ താൻ ചെയ്ത ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ആ ജീവൻ്റെ ഒരു സ്തുതിയുണ്ട് ഗർഭപാത്രത്തിലിരുന്നിട്ട്. കപിലൻ അത് ഗംഭീരമായിട്ട് ഇവിടെ 31-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. എന്നിട്ട് അവസാനം ഭഗവാനോട് ഹൃദയമൊരുക്കി പ്രാർത്ഥിക്കുകയാണ്, ഇനിയും ഭഗവാനെ ഈ ചക്രത്തിലൂടെ കടന്നു പോകാൻ എനിക്ക് യോഗം വരരുത്. അതുകൊണ്ട് തസ്മാദഹം വിഗത വിക്ലവ ഉദ്ധരിഷ്യേം ആത്മാനമാശു തമസസുഗതാത്മനേവ ഭൂയോ യഥാ വ്യസനമേകനേകരന്ത്രം മാമേ ഭവിഷ്യത് ഉപാസിത വിഷ്ണുപാദ. ഞാൻ ഭഗവാന്റെ പാദങ്ങളെ ഉപാസിച്ചുകൊണ്ട് ഈ ദുരിതങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം, അതിനെന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് ഗർഭപാത്രത്തിലിരുന്നു കൊണ്ട് ആ ജീവൻ സ്തുതിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഇവിടം കൊണ്ടൊരിക്കലും ഈ നാടകം അവർക്ക് പറയൂ തീരുകയില്ല. ശരീരത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും പ്രാണൻ മനസ്സിനെ വേർപ്പെടുത്തും. ഏതുപോലെ വാസാംസി ജീർണാനി യഥാ വിഹായ. 2-ാം അധ്യായം ഗീതയിൽ 22-ാം ശ്ലോകം. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃണ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. ദിവസവും വൈകുന്നേരം നാം നമ്മുടെ വസ്ത്രം മാറ്റി മേല് കഴുകി പുതിയ വസ്ത്രം ധരിക്കുന്ന പോലെയാണ് ഈ പ്രാണൻ മനസ്സിനെ ഈ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തി മറ്റൊരു വസ്ത്രത്തിലേക്ക്, മറ്റൊരു ശരീരത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ജീവിതയാത്ര ഇവിടം കൊണ്ടൊരിക്കലും പറയൂ. അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ പറയരുത്, എങ്ങനെയെങ്കിലും ചത്തുപോയാൽ മതിയായിരുന്നു ഭഗവാനെ, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ ഭഗവാനെ. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല അവിടെ. കാരണം പോയവരൊക്കെ വീണ്ടും എന്ത് ചെയ്യണം? പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഡരേ ശയനം. അല്ലെങ്കിൽ വേണ്ട, ഗീതയിൽ 8:16 എടുക്കുക. ഗീതയിൽ 8:16 എടുക്കുക. അവിടെ പറയും ഭഗവാൻ, ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോർജുന മാം ഉപേത്യതു കൗന്ദേയ പുനർജന്മന വിദ്യതേ. ഹേ അർജുന, ഈ ജീവിതം എന്ന് പറയുന്നത് പുനരാവർത്തി. അർജുന, വീണ്ടും ആവർത്തി. ആവർത്തി മീൻസ് കണ്ടിന്യൂഷൻ. ആവർത്തി എന്ന് പറഞ്ഞാൽ വീണ്ടും റിപ്പീറ്റേഷൻ, ആവർത്തനം. പുനരാവർത്തി, വീണ്ടും എന്തുണ്ട്? ആവർത്തനമുണ്ട്. ഏതുവരെ? മാമുപേത്യതു കൗന്ദേയ, എന്നെ ഉപേത്യ, എന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്ന, എന്നിലേക്ക് അർപ്പിതമായിരിക്കുന്ന മനസ്സിന് പുനർജന്മം ന വിദ്യതേ. എന്തില്ല? അപ്പം മനസ്സ് ഭഗവാനിലേക്ക് തിരിഞ്ഞ് പോവാത്തോടത്തോളം കാലം, ഭഗവത് സ്മരണകളിൽ മനസ്സ് മുഴുകാത്തോടത്തോളം കാലം വീണ്ടും മനസ്സിന് എന്തു വേണ്ടി വരും? പുനരാവർത്തി വേണ്ടി വരും. മനസ്സിലാവുണ്ടോ? ഇതെന്ന് രക്ഷപ്പെടാൻ നിങ്ങളിനി തലകുത്തി മറന്നിട്ടും അപ്പോൾ പിന്നെ വെറുതെ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. നിരന്തരമായി മനസ്സിനെ ആരിലേക്ക് തിരിച്ചു വിട്ടേക്കണം? ആരിലേക്ക് തിരിച്ചു വിടണം? ഭഗവാൻ. അതിനാണ് നമ്മൾ ഇതൊക്കെ കേൾക്കുന്നത്.
മനസ്സിലായില്ലേ? ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കപിലൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, അമ്മ ഒറ്റയ്ക്കല്ല. എപ്പോഴും നമ്മളിത് ഓർക്കണം. നാം ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടറിയോ? നമ്മുടെ ശരീരത്തെയാണ് ചിന്തിക്കുന്നത്. നിങ്ങളെപ്പോഴും നിങ്ങളെന്ന് പറയുന്നത് ഒരു അനന്തബോധത്തിൻ്റെ ഒരു അംശമാണ്. അതായത് നിങ്ങളെ ഉണർത്താൻ ആരുണ്ടാവണം? നിങ്ങളെ ഉണർത്താൻ ആര് വേണം? അനന്തമായൊരു ബോധം വേണം. അത് തന്നെയാണ് ഭഗവാൻ എന്ന് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരിക്കലും ഒറ്റയ്ക്കല്ല. കൂടെ എപ്പോഴും ആരുണ്ട്? ഭഗവാനുണ്ടെന്ന ആ ബോധത്തിൽ മനസ്സിനെ ആ ഭഗവാനിലേക്ക് തന്നെ തിരിച്ചുവിടാൻ സാധിക്കുന്ന സാധനയിലേക്ക് നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടില്ലേ? ഉണ്ടോ? ആ സാധനയിലേക്ക് നിരന്തര പരിശ്രമം ചെയ്ത് തിരിച്ചുവിട്ടാൽ ക്രമേണ മനോബലം, പറയൂ, കൂടിക്കൂടി. ഞാൻ ആവർത്തിക്കുകയാണ് നിങ്ങളോട്, നാമം ആവർത്തിക്കുമ്പോൾ മനോബലം കൂടും. നാമം ആവർത്തിക്കുമ്പോൾ ഏത് കൂടും? മനോബലം കൂടുമ്പോൾ മരണം ഒരു പ്രശ്നമേ അല്ല എന്നാണ്. മരണം പ്രശ്നമായി തീരുന്നത് ദുർബല മനസ്സുകൾക്കാണ്. ദുർബല മനസ്സുകളാണ് മരണത്തെ ഭയപ്പെടുന്നത്. മനോബലമുള്ളവർക്ക് മരണം എന്ന് പറയുന്നത് കേവലം ഒരു വസ്ത്രം അഴിച്ചിടുന്ന ലാഘവം മാത്രം. മനസ്സിലാവുണ്ടല്ലോ? മരണം എന്ന് പറയുന്നത് ഒരു പൂമ്പാറ്റ ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് പോകുന്ന ലാഘവത്തിൻ്റെ ഒരു ഈസിനെസ്സാണ്. മരണം എന്ന് പറയുന്നത് ഉറക്കത്തിലേക്ക് വഴുതി വീണ് വീണ്ടും മറ്റൊരു രാവിലെ ഉണരുന്നത് പോലുള്ള ഒരു മരണവും ഒരു ജനനവും. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഈ ജനന മരണങ്ങളിലൂടെ കടന്നു പോവാൻ ഈ ശരീരം നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെത്ര ഈസിയാക്കി പറ്റും എന്നല്ലേ നമ്മൾ നോക്കേണ്ടത്? ആണോ? എന്നാൽ എന്തേ ഹിന്ദുക്കൾ ഇന്ന് ഇത്രയും നരകത്തിലായത്? ഇന്ന് മരിക്കുന്നത് മുഴുവൻ ആശുപത്രി കിടന്നിട്ടാണ് മരിക്കുന്നത്. ഇന്നെല്ലാം കാശ് കൊടുത്ത് മരിക്കുകയാണ്, വെന്റിലേറ്ററിൽ കിടന്ന് മരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും മരിക്കാൻ നിയോഗമുണ്ടാവരുത്. അതിനെന്ത് വേണം? നിവർന്നിരുന്ന് ശീലിക്കന്നെ. ഭഗവാൻ പറയണു, നാമം ജപിച്ച് 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 പ്രാണബലം എന്ത് ചെയ്യണം? പ്രാണബലം കൂടണം. മൂർധനി ആദായ പ്രാണം. ഗീതയിൽ 8-ാം അധ്യായത്തിൽ 12-ാമത് ശ്ലോകത്തിൽ പറയും, സർവദ്വാരാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ മൂർധനി ആദായ പ്രാണം. ആണോ? ഞാൻ പറയുന്ന ശ്ലോകം കറക്റ്റാണോ? സർവദ്വാരാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ മനോഹൃതി സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യച മൂർധന്യാദായ പ്രാണം യോഗം. ആരാണോ യോഗമാസ്ഥിത. അടുത്ത വരി എന്താണ്? ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാം അനുസ്മരൻ യപ്രയാതി സദേഹം സയാതി പരമാം ഗതി. അപ്പം മൂർധനി ആദായ പ്രാണം ജപിച്ച് ജപിച്ച് പ്രാണഗതി എങ്ങോട്ടാക്കണം? മുകളിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ പിന്നെ മരിക്കേണ്ട സമയത്ത് പ്രാണന് പോകേണ്ട വഴി ക്ലിയറായാൽ ആശുപത്രി കിടന്ന് അവർക്ക് പറയൂ. ഇങ്ങനെയൊക്കെ മരിക്കുന്നവരെ കണ്ടിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഒരു ആശുപത്രിയിലും ഒരു കാശും കൊടുക്കണ്ട. എന്തുകൊണ്ടാണ് ആശുപത്രി കൊടുക്കേണ്ടി വരുന്നത്? അപാനന് ശക്തി കൂടിയാൽ പ്രാണന് പാവം മുകളിലേക്ക് അങ്ങോട്ട് പറയൂ പോവാൻ പറ്റില്ല. വഴി നിങ്ങൾ അടച്ചു കളഞ്ഞു. മനസ്സിലാവുണ്ടല്ലോ? വഴി നിങ്ങൾ അടച്ചു കഴിഞ്ഞു. അപ്പോൾ വേണ്ടാത്ത ചിന്തകളുടെ ഭാരം കൂടിയാൽ അപാനൻ്റെ സ്വാധീനം. അവർക്ക് പറയൂ, പണ്ടുള്ളവർക്ക് ഇത്തരം പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ വീട്ടിൽ എല്ലാ കൂട്ടുകുടുംബങ്ങളായിരുന്നപ്പോൾ ആരെയും കുറിച്ച് ചിന്തിക്കാനില്ല. എപ്പോഴും ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ധാരാളം സമയം, പ്രായമായവർക്ക് സമയം ഇങ്ങനെയുള്ള ആത്മീയ കാര്യത്തിൽ. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയാം, ഒന്നും മിണ്ടാതെ രാമനാമം ജപിച്ചിരുന്നോളൂ എന്ന്. കാരണം അവർക്കന്ന് സമയം ധാരാളം അതിനുണ്ടായിരുന്നു.
ഇന്നിപ്പം നമ്മുടെ വീടുകളിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞ് ചാവാൻ നേരത്തും മകൻ, അമ്മ ചിന്തിക്കുകയാണ് 89-90 വയസ്സായി, ആ അമ്മ ചിന്തിക്കുകയാണ് മകൻ വെള്ളം കുടിച്ചിട്ടുണ്ടാവുമോ പാവെന്ന്. മകന് 78 വയസ്സാണ്. അപ്പോൾ ഈ 78 വയസ്സുള്ള മകനെ ഓർത്തുകൊണ്ട് ദുഃഖിക്കുന്ന ഒരമ്മ അപ്പം മരിക്കാൻ നേരത്ത് ദുരിതം അനുഭവിച്ചേ പറ്റുള്ളൂ. ഭഗവാന്റെ ഓർമ്മകളൊന്നും ആ സമയത്ത് പറയൂ വരുന്നില്ല. നമ്മുടെ ഉള്ളിൽ എന്ത് വരണം? ഓമിത്യേകാക്ഷരം. ആരെക്കുറിച്ച് വരണം? ആരെക്കുറിച്ച് വരണം? ഭഗവാനെക്കുറിച്ച് വരണം. ഇപ്രകാരമൊക്കെ അമ്മയോട് പറഞ്ഞിട്ട് പിന്നീട് കപിലൻ അമ്മയെ യാത്ര പറയുകയാണ്. അമ്മ ഒറ്റപ്പെട്ടു. പക്ഷെ അമ്മയ്ക്ക് ഒറ്റയ്ക്കാണെന്നൊരു തോന്നലും വന്നില്ല. അമ്മ ആ ആശ്രമത്തിൽ ഒറ്റയ്ക്കിരുന്ന് കപിലോക്തേന, ഭാഗവതത്തിലെ വരികൾ ഇങ്ങനെയാണ്. അമ്മ മകൻ പറഞ്ഞ പ്രകാരം, കപിലൻ പറഞ്ഞ പ്രകാരം അമ്മ ആചരിച്ചു കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. ഏവം സ കപിലോക്തേന മാർഗേണ, കപിലൻ കാണിച്ച മാർഗത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആചരിതം. അങ്ങനെ അവസാനം അമ്മ ഭഗവാനെ സ്മരിച്ച് ആ ഭഗവത് ചിന്തയിൽ അങ്ങനെ ലയിച്ച് ബ്രഹ്മനിർവാണം കൈവരിച്ചു എന്നാണ്. എന്താണ്? അമ്മയുടെ ശരീരം ആരും ഇല്ല അവിടെ വേറെ. അത് അവിടെ നിന്ന് അഴുകി ഒരു പുഴയായി മാറി. അമ്മയുടെ ശരീരം പോലും പവിത്രമായൊരു നദിയായി മാറി എന്നൊക്കെയാണ് പറയണത്. നാംനാ സിദ്ധപദം സാ സിദ്ധിം ഉപേക്ഷി, അമ്മയുടെ ആ ഒരു ശരീരം ഉപേക്ഷിച്ച സ്ഥലം പുണ്യതമം ക്ഷേത്രം എന്നൊക്കെയാണ്. ഇതാണ് ഹിമാലയത്തിൽ, അങ്ങ് ഹിമാലയ സാനുക്കളിൽ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് സിദ്ധബാറി എന്ന് പറയും. സിദ്ധന്മാരുടെ തപോഭൂമി എന്ന് പറയും. കപിലൻ്റെ ആശ്രമമായിട്ട് പറയുന്ന സ്ഥലമാണ്. ഇവിടെയാണ് പിൽക്കാലത്ത് സ്വാമി ചിന്മയാനന്ദജി സമാധിയായത്. അങ്ങനെ ഒരു പ്രത്യേകത ആ സ്ഥലത്തിനുണ്ട്. അപ്പം അങ്ങനെ കപിലൻ തപസ് ചെയ്ത ഹിമാചൽ പ്രദേശത്തിലെ ഏറ്റവും ഇതിനടുത്താണ് ദലൈലാമയൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥലമുണ്ടാക്കിയിരിക്കുന്നത്. ധർമ്മശാല എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ. ഇതൊക്കെ ഇന്നും ഉണ്ട് ഭാരതത്തിൽ. ഇങ്ങനെ എത്രയോ പുണ്യ സ്ഥലങ്ങൾ ഈ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള പല സ്ഥലങ്ങളും ഇന്നും അതുപോലെ എത്ര കാലമായി ഇത് എഴുതി വെച്ചിട്ട് ഇന്നും അതുപോലെ ഉണ്ട് എന്ന് പറയുകയാണ്. മനസ്സിലായില്ല? അതാണ് ഭാരതത്തിൻ്റെ പവിത്രതയും ശ്രേഷ്ഠതയും ഒക്കെ. ഇങ്ങനെയൊക്കെ ഒരു ജീവിതത്തെ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചാൽ ജീവിതം നമുക്കൊരു ശാപവുമല്ല, ഒരു ഭാരവും അല്ല. നമ്മൾ അറിഞ്ഞിരിക്കണം, ലെസർ ദ ലഗേജ് മോർ ദ കംഫർട്ട് എന്ന്. പ്രായമാവും തോറും മനസ്സിൻ്റെ അകത്തുള്ള വേണ്ടാത്ത ചിന്തകൾ എന്ത് ചെയ്യണം? കുറയ്ക്കാൻ നാമജപ സംസ്കാരങ്ങൾ വേണം.